ജീവിതയാത്രയിലെ മറക്കാനാവാത്ത യാത്രാനുഭവങ്ങളിലെ ഒരു യാത്രാനുഭവമായിരുന്നു തായ്ലൻഡ് യാത്ര. ഈ ഒരു യാത്രയിൽ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, അതുപോലെ തന്നെ ടൈഗർ പാർക്ക്, വാക്കിംഗ് സ്ട്രീറ്റ് പോലെയുള്ള പല സ്ഥലങ്ങളിലും പോയെങ്കിലും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പട്ടായ ബീച്ചിലെ കാഴ്ചകളായിരുന്നു. വളരെ മനോഹരമായൊരു ബീച്ചാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ആലപ്പുഴ, അതുപോലെ തന്നെ കോഴിക്കോട്, ഫോർട്ട് കൊച്ചി ബീച്ചുകളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ ബീച്ചുകളിൽ പോവുകയും മറ്റു സ്ഥലങ്ങളിലെ ബീച്ചുകളിൽ നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അവിടുത്തേക്ക് ഒരു വൃത്തിയാണ്. വളരെ ഭംഗിയായിട്ടാണ് അവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വളരെ രസകരമായിട്ട് ആളുകൾക്ക് സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ലൊരു ആംബിയൻസ് അവിടേക്ക് ഉള്ളത്. അപ്പോൾ ഈ പട്ടായ ബീച്ചിലേക്കുള്ള യാത്രയിലാണ് ഞാനും എൻ്റെ സഹയാത്രികനും സുഹൃത്തുമായ സന്തോഷേട്ടൻ. അപ്പോൾ ഞാൻ സന്തോഷേട്ടനോടെ പോകുമ്പോൾ ഞങ്ങൾ നാട്ടിലെ കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നാട്ടിലെ ബീച്ചുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ കാണുമ്പോൾ ഒരു ഒട്ടും എന്താ പറയണേ, ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലൊന്നും നമുക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയൊക്കെ നമ്മൾ ഈ നിലയിൽ നമ്മളതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അത്രയും സൗന്ദര്യമൊന്നും ഇവിടെ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അവിടുത്തെ വാക്ക് വേകളാണെങ്കിലും അതുപോലെ തന്നെ റോഡും എല്ലാ ഇടങ്ങളും പബ്ലിക് സ്പേസുകളെല്ലാം വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് നമ്മുടെ നാടും ഇവിടെയായിട്ട് തോന്നിയ ഏറ്റവും വലിയ എന്താ പറയുക ഒരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ അവിടെയുള്ള ഷോപ്പുകളൊക്കെ വളരെ ഭംഗിയാണ്. നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന, നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളൊരു പർച്ചേസ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കയറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള രീതിയിലാണ് ഷോപ്പുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് കയറി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആളുകൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാനൊരു മുട്ടുസൂചി പോലും ഇവിടെ നിന്ന് വാങ്ങിയില്ല എന്നുള്ള വളരെ വേദനാജനകമായ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാണ്. സത്യത്തിൽ ഞാൻ കുറച്ച് പിള്ളേർക്കുള്ള സ്വീറ്റ്സാ മറ്റേ ഒന്നും തന്നെ വാങ്ങിയില്ല എന്ന് പറയാം. സത്യത്തിൽ ഒന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയായി പോകും. ഞാനൊരു ടീഷർട്ടും ഷോർട്സും വാങ്ങിയിരുന്നു. വേറെ ഒന്നും വാങ്ങിയതായിട്ട് ഓർക്കുള്ള, വേറെ ഒന്നും വാങ്ങിയില്ല എന്ന് തന്നെ പറയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ അവിചാരിതമായിട്ടൊരു യാത്രയായിരുന്നു അത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ബാങ്കോക്കിൽ ഹോട്ടലിൽ താമസിക്കുന്നു. 1-2 ദിവസം കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, അങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. പുറത്തേക്കൊന്നും പോലും. ജസ്റ്റ് ഞാനൊന്ന് വെള്ളിയാഴ്ച പള്ളി പോകാനായിട്ട് പുറത്തേക്ക് പോയ വഴി പള്ളിയുടെ തൊട്ടടുത്തുള്ള മാർക്കറ്റ് കണ്ടപ്പോൾ ഞാൻ അത്യാവശ്യം മോശമല്ലാത്തൊരു കുക്കാണെന്നുള്ള അഹങ്കാരം കൂടിയുള്ളവരെ ഞാൻ വെറുതെ കുറച്ച് സവാള, തക്കാളി, അതുപോലെ പച്ചമുളകൊക്കെ വാങ്ങി കുറച്ച് മുട്ടയൊക്കെ വാങ്ങി ആണ് ഞാൻ തിരിച്ച് റൂമിൽ ചെന്നത്. വളരെ മനോഹരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. സഹമുറിയന്മാരും സതീർത്ഥ്യന്മാരും സഹയാത്രികരുമായ രണ്ടുപേർക്കും വളരെ ഹാപ്പിയായി. അങ്ങനെ പോയി. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഞാനും സന്തോഷമായിട്ടും ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറുതെ റൂമിലിരിക്കും. മറ്റേ ആൾ ബിസിനസ്സായിട്ട് ഫോൺ കോളുകൾ പുള്ളിനെ കാണാൻ ആരെങ്കിലൊക്കെ വരും, അവരൊക്കെ സംസാരിച്ചു, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഞങ്ങളോട് രണ്ടുപേരോടും കൂടി വെറുതെ ബോറടിക്കണം, നിങ്ങളോടൊക്കെ കറങ്ങാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്കങ്ങനെ പൊതുവെ അങ്ങനെ പോയി കിടന്ന് കറങ്ങാനൊന്നും വലിയ താല്പര്യമുള്ള ഒരാളുമല്ല. എനിക്ക് കുറേ ഇഷ്ടം ഈ റൂറൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കൊരു രസമുണ്ട്. എനിക്ക് ഈ സിറ്റികളിൽ പോയി അങ്ങനെ മാളുകളിൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പോയി ബീച്ചിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 2-3 ദിവസം പറഞ്ഞു. ഞങ്ങൾ പോയില്ല, ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നു. ഇവൻ്റെ വല്ലാത്ത ഞങ്ങളെ കറക്കാൻ വിടാനുള്ള വല്ലാത്തൊരു താല്പര്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഡിറ്റക്റ്റീവ് ഉണർന്നു. പഴയ ഷെർലക് ഹോംസ് കഥകളിൽ ഒരുപാട് വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കുശാഗ്ര ബുദ്ധി ഉപയോഗിച്ച് ഞാനൊന്ന് അനലൈസ് ചെയ്തു. എന്തായിരിക്കും എൻ്റെ ദുരുദ്ദേശമെന്ന്. വെറുതെ പറഞ്ഞാൽ അങ്ങനെ ദുരുദ്ദേശമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഇരിക്കാണ്ട് പുള്ളി പറഞ്ഞാൽ നിങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അപ്പോൾ എനിക്കും വരണമെന്നുണ്ട്, പക്ഷേ എനിക്ക് വരാൻ പറ്റിയ സിറ്റുവേഷനല്ല ഉള്ളത്. പുള്ളി തന്നെ അവിടുത്തെ ഒരു ഡോക്ടറെ വിളിച്ചു, ഒരു ടാക്സി അറേഞ്ച് ചെയ്തു, അവിടുന്ന് നേരെ പട്ടായിക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ ബസ്സിന് പോകുന്നു പറഞ്ഞു. പുള്ളിനെ വേണ്ട ബസ്സിന് ടാക്സിക്ക് പോകുന്നു പറഞ്ഞു. ടാക്സിക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോഴൊന്നും പുള്ളി റൂം ബുക്ക് ചെയ്തിരുന്നില്ല അവിടെ. അത് കഴിഞ്ഞ് സാമാന്യ തിരക്കില്ലാത്തൊരു ഹോട്ടലിലാണ് അവിടെ ഞങ്ങളുടെ താമസവും കാര്യങ്ങളൊക്കെ നടന്നത്. അങ്ങനെ പോയി. ഈ പറഞ്ഞതുപോലെ ഒരു വ്യത്യസ്തമായ അനുഭവം. നമ്മൾ എന്താ പറയുക, എനിക്ക് സത്യത്തിൽ ഞാൻ കുറേ ആളുകളെ ഈ ഡ്രൈവർമാരായിട്ട് വന്ന ലേഡീസ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഒരു ലേഡിയായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം മുഴുവൻ ഞങ്ങളെ ഈ പട്ടായയിലെ പല പോയിന്റുകളിലേക്ക് കൊണ്ടുപോയതൊക്കെ. അപ്പോൾ അവരെ കേട്ടിട്ട് സംസാരിച്ചതും അതുപോലെ തന്നെ നമ്മൾ ചെറിയ പോലെ ഫുഡ് സ്ട്രീറ്റിലേലും കടലിലെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ നല്ല കോഫി അങ്ങനെ എന്തെങ്കിലുമൊക്കെ, നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അവരെ കേട്ട് സംസാരിച്ചപ്പോഴും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, പുറത്തുനിന്ന് ടൂറിന് വേണ്ടി അവിടെ ചെല്ലുന്ന ഗസ്റ്റുകളായിട്ട് അവിടെ ചെല്ലുന്ന മനുഷ്യർ ഒരു പക്ഷേ അവരുടെ ആ ഒരു 10-15 ദിവസത്തെ ആ ഒരു വെക്കേഷൻ ടൈം വളരെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടാവും. അവർക്ക് വളരെ സന്തോഷകരമായ യാത്ര അനുഭവങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക.
പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയത് അവിടുത്തെ സ്വദേശികളായിട്ട് തായ്ലൻഡ് സ്വദേശികളായിട്ടുള്ള പട്ടായ പരിസരങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതൊന്നും അത്ര വലിയ സുഖകരമായ ഒരു അനുഭവങ്ങളായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വളരെ സങ്കടകരമായ ചില കഥകളും അവരിൽ നിന്നൊക്കെ കേൾക്കാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ യാത്രകളും മനുഷ്യരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത തലത്തിലും വ്യത്യസ്ത രീതിയിലും ഒരു കാര്യം തന്നെ നമ്മളിൽ പലർക്കും പല രീതിയിലായിരിക്കും നമ്മളെ അത് എഫക്റ്റ് ചെയ്യുന്നത്, നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മളെപ്പോലെ സമകാലീനരായിട്ടുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിക്കുന്ന പല പല ആളുകളുടെ ജീവിതം, അവരുടെ എന്താ പറയുക ജീവിത ശൈലികൾ, അവരുടെ മാനസികവും എന്താ പറയുക സാമൂഹികവുമായിട്ടുള്ള ജീവിത നിലവാരം ഇതൊക്കെ അറിയാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് യാത്ര കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി. പട്ടായ ബീച്ചിലെ വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിങ്ങനെ കണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, ഈ കുട്ടിയും ഒരാളും നിന്നിങ്ങനെ ബീച്ചിൽ നിന്ന് കളിക്കണം. ഞാൻ കുറേ നേരം ഷൂട്ട് ചെയ്യേണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം നോക്കിക്കുകയും ചെയ്തു. സത്യത്തിൽ അവിടെ നിന്നത് കണ്ട സമയത്തും പിന്നീട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതുപോലെ തന്നെ UAE സമയത്ത് ഒരു ഫിലിപ്പീനിയുമായിട്ട് കുറേ നേരം ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്, ഒരു ഫിലിപ്പീനി ലേഡിയായിട്ട്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ സാധാരണ നമ്മൾ ഗൾഫിൽ പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഈ ഫിലിപ്പീനികളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമ്മുടെ വേറെ കാഴ്ചപ്പാടിൽ നമ്മളവർ കാണുന്നത്. പക്ഷേ ആ സ്ത്രീയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രദേശത്തും ഏത് നാട്ടിലും നമ്മൾ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത ഒരു ജീവിത രീതി അവിടെ കണ്ടേക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുടുംബ വ്യവസ്ഥയ്ക്ക് ഭയങ്കരമായ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു സോഷ്യൽ സംഗതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരു ഇന്ത്യൻ സാഹചര്യം തന്നെ അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്ന് കരുതി എല്ലായിടത്തും അത്തരം ചിന്തകൾ ഉള്ള ആളുകൾ മാത്രമൊന്നുമല്ല, മറ്റ് രീതിയിലുള്ള ചിന്തകളും മറ്റ് രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഈ പട്ടായയിലും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു, നമ്മൾ കാണുന്നത് പോലെ അപ്പുറത്തേക്കുള്ള നമ്മളെപ്പോലെയും ജീവിതം നയിക്കുന്ന കുറേ ആളുകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഈ യാത്രയിൽ ബോധ്യപ്പെട്ടൊരു കാര്യം. അത് സത്യത്തിലൊരു നമ്മളുടെ മുൻവിധികളെ മാറ്റിമറിക്കുന്ന ഒരു യാത്രാനുഭവം തന്നെയായിരുന്നു. അപ്പോൾ തീരാത്ത തായ്ലൻഡ് യാത്രാനുഭവങ്ങളുമായി കുറച്ച് വിശേഷങ്ങൾ കൂടിയുണ്ട്, അതുകൂടി പങ്കുവച്ചുകൊണ്ട് വീണ്ടും പിന്നീട് ഒരിക്കൽ കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഗുഡ് ബൈ.